പ്രിയമുള്ളവരെ, യേശു തൻ്റെ അന്ത്യ അത്താഴ വേളയിലാണ് വിശുദ്ധ കുർബാന അഥവാ അപ്പമുറിക്കൽ ശുശ്രൂഷ സ്ഥാപിച്ചത്. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണിത്. വിശുദ്ധ മത്തായി അധ്യായം 26 വാക്യങ്ങൾ 26 മുതൽ 28 വരെ. വിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പമുറിക്കൽ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും നമ്മളെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചതും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആരിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്? എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പൗലോസ് അപ്പോസ്തലന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മറ്റ് അപ്പോസ്തലന്മാരെ പോലെ യേശുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നില്ല. തൻ്റെ ഡമാസ്കസ് യാത്രയിൽ വെച്ച് തനിക്കുണ്ടായ ക്രിസ്തു അനുഭവത്തിന് ശേഷം ക്രിസ്തു അദ്ദേഹത്തിനോട് നേരിട്ടോ അല്ലെങ്കിൽ വെളിപാട് വഴിയാണ് സംസാരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം മാനുഷികമല്ല, ഒരു മനുഷ്യനിൽ നിന്നും ഞാനത് സ്വീകരിച്ചതല്ല, ഒരു മനുഷ്യനും അതിനെ പഠിപ്പിച്ചതുമില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വെളിപാട് വഴിയാണ് അത് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ പൗലോസ് അപ്പോസ്തലനാണ്. അതെവിടെയാണ് പറയുന്നത്? ഗലാത്യ 1:10-11. അങ്ങനെ പറഞ്ഞ പൗലോസ് അപ്പോസ്തലനാണ് പ്രകാരം പറയുന്നത്, എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അനന്തരം അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളിച്ചെയ്തു, ഇത് പുതിയ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തമാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പമുറിക്കൽ ശുശ്രൂഷയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് യേശുവിൻ്റെ ശരീരരക്തങ്ങളാണെന്ന് ആദിമകാലത്ത് മുതൽ ക്രൈസ്തവർക്ക് ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്തോസ് 10:16-17 പ്രകാരം പറയുന്നത്, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം യേശുവിൻ്റെ രക്തത്തിലുള്ള പങ്കാളിത്തമല്ലേ? നാം മുറിക്കുന്ന അപ്പം യേശുവിൻ്റെ ശരീരത്തിലുള്ള പങ്കാളിത്തമല്ലേ? ഇവിടെ ഭാഗഭാഗിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കാളിത്തമാണ്. വിശുദ്ധ കുർബാന നിസ്സാര സംഗതിയല്ലെന്നും യേശുവിൻ്റെ ശരീരരക്തങ്ങളാണെന്നും പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും അവൻ്റെ പാനപാത്രത്തിന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നത്. 1 കൊറിന്തോസ് 11:27. ഇവിടെ സത്താമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ വസ്തുമാറ്റം നടക്കുന്നില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ, അതായത് യേശുവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായാണ് ഒരാൾ തെറ്റ് ചെയ്യുക എന്ന് പറയാൻ സാധിക്കുക. മറിച്ച് യേശുവിൻ്റെ അപ്പത്തിനും വീഞ്ഞിനുമെതിരായിട്ടല്ലേ പാപം ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമല്ലേ പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. വിശുദ്ധ കുർബാന എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നതെന്ന് ഇന്നത്തെ പോലെ തന്നെ ഒരു കൂട്ടർ യേശുവിൻ്റെ കാലത്തും സംശയിച്ചിരുന്നു. അതുകൊണ്ടാണ് യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. അവൻ നമുക്ക് തൻ്റെ ശരീരം എങ്ങനെയാണ് ഭക്ഷണമായി തരാൻ സാധിക്കുമെന്ന് ചോദിച്ചത്. യോഹന്നാൻ 6:52. യേശു അതിന് മറുപടി നൽകുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുകയില്ല. എന്ത് ജീവനാണെന്ന് ഈശോ തുടർന്ന് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അതായത് നമുക്ക് നിത്യജീവൻ ഉണ്ടാകാനും അവസാന ദിവസം ഉയർപ്പിക്കപ്പെടാനും യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്.
ഈശോ തുടർന്ന് പറയുന്നു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. അവിടെ യേശു എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണെന്നാണ് പറയുന്നത്, അല്ലാതെ പ്രതീകാത്മകമായ ഭക്ഷണമെന്നോ എൻ്റെ രക്തം പ്രതീകാത്മകമായ രക്തമെന്നോ അല്ല പറയുന്നത്, യഥാർത്ഥ രക്തമെന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രദറൻ പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്, എൻ്റെ രക്തം സാക്ഷാൽ പാനീയമെന്നാണ്. ഈശോ വീണ്ടും പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. യോഹന്നാൻ 6:56. വീണ്ടും ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം തുടരുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അതുപോലെയുള്ള അല്ല ഈ അപ്പം. ഏതപ്പം? വിശുദ്ധ കുർബാന എന്ന അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:58. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചപ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ചിലർക്ക് വലിയ അസ്വസ്ഥതയുണ്ടായി. ഈ പ്രബോധനം വളരെ കഠിനമാണെന്ന് പറഞ്ഞ് അവരിൽ ചിലർ ഈശോയെ ഉപേക്ഷിച്ചു പോയി. അവർ പിന്നീട് ഒരിക്കലും ഈശോയെ അനുഗമിച്ചില്ല. യോഹന്നാൻ 6:60-66. എൻ്റെ പ്രിയ ബ്രദറൻ പെന്തക്കോസ്ത് സഹോദരരെ, ഹെബ്രായ 10:36 പറയുന്നത് പോലെ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകട്ടെ നിങ്ങൾ.